അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് സ്കൂളിൽ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെയും പ്രതിഷേധം ശക്തമാവുകയാണ്. അപ്രതീക്ഷിതമായി ഡിവിഷൻ നിർത്തലാക്കാൻ തീരുമാനിച്ചാൽ വിദ്യാർത്ഥികളുടെ പഠനം അവതാളത്തിലാകുമെന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രഥമ അധ്യാപികയുടെ ഓഫീസിന് നേരെ പ്രതിഷേധം നടന്നത്. അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ 9ാം ക്ലാസിന്റെ ഭാഗമായ സി ഡിവിഷൻ നിർത്തലാക്കാൻ പോകുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ഇന്ന് രാവിലെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി പ്രതിഷേധം നടന്നത്. രക്ഷിതാക്കളും ഇടത് വലത് യുവജന സംഘടനകളും പ്രതിഷേധവുമായി അടിമാലി സ്കൂളിൽ എത്തുകയും ചെയ്തു. ഇംഗ്ലീഷ് മീഡിയമാണ് 9ാം ക്ലാസ്സിലെ സി ഡിവിഷൻ പ്രവർത്തിച്ചു വന്നിരുന്നത്. അപ്രതീക്ഷിതമായി ഡിവിഷൻ നിർത്തലാക്കാൻ തീരുമാനിച്ചാൽ വിദ്യാർത്ഥികളുടെ പഠനം അവതാളത്തിലാകുമെന്ന് സ്കൂളിലേക്ക് പ്രതിഷേധവുമായി എത്തിയ രക്ഷിതാക്കൾ ആരോപിക്കുകയും ചെയ്യുന്നു. പ്രതിഷേധം തുടർന്നതോടെ പോലീസ് സ്ഥലത്തെത്തി ഓഫീസിൽ നിന്നും പ്രതിഷേധക്കാരെ മാറ്റി. തൽസ്ഥിതി തുടരുമെന്ന ഉറപ്പിന്മേൽ പിന്നീട് പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഡിവിഷന്റെ പ്രവർത്തനത്തിനായി സ്പെഷ്യൽ ഓർഡർ വഴി അധ്യാപകരെ നിയമിക്കാൻ ഇടപെടൽ നടത്തുമെന്നും സ്കൂൾ പ്രഥമ അധ്യാപക വ്യക്തമാക്കിയിട്ടുണ്ട്. ഡിവിഷൻ നിർത്തലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം അംഗീകരിക്കാനാകില്ലെന്നും ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ തുടരുവാൻ വേണ്ടുന്ന ഇടപെടൽ നടത്തുമെന്നും അടിമാലി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CD ഷാജിയും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിരവധി സ്കൂളുകളിൽ വിവിധ കലാപരിപാടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. എന്നാൽ പ്രവേശനോത്സവം എല്ലാ സ്കൂളുകളിലും ഗംഭീരമായല്ല ആഘോഷിക്കപ്പെടുന്നത്. അടിമാലി സർക്കാർ ഹൈസ്കൂളിലാണ് ഇപ്പോൾ പ്രശ്നം ഗുരുതരമായിരിക്കുന്നത്. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കി എന്നാരോപിച്ചുകൊണ്ട് സർക്കാരിനെതിരെയും സ്കൂളിനെതിരെയും രക്ഷിതാക്കളും ഇടതുവലത് രാഷ്ട്രീയ പ്രവർത്തകരും ഒരുപോലെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. പോലീസ് ഇടപെട്ട് സമാധാനപരമായ ചർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിച്ചുവെങ്കിലും ഇപ്പോഴും പ്രതിഷേധം ശക്തമാകുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം നിർത്തലാക്കി എന്നായിരുന്നു സ്കൂൾ തുറന്നപ്പോൾ രക്ഷിതാക്കൾക്ക് കിട്ടിയ മുന്നറിയിപ്പ്. എന്നാൽ ഇത് അധ്യാപകരുടെയോ അല്ലെങ്കിൽ സ്കൂളിന്റെയോ വീഴ്ചയല്ല. പകരം അധ്യാപകർ കൃത്യമായി പഠിപ്പിക്കാൻ ഇല്ലാത്തതുകൊണ്ട് സർക്കാരിൽ നിന്നുമുണ്ടായ വീഴ്ചയായതുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയം നിർത്തലാക്കി എന്ന് ആരോപിച്ചിരിക്കുന്നത്. അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ 9ാം ക്ലാസിന്റെ ഭാഗമായ സി ഡിവിഷനാണ് നിർത്തലാക്കാൻ പോകുന്നുവെന്ന് ആരോപിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ രക്ഷിതാക്കളുടെ ഇടത് വലത് യുവജന സംഘടനകളുടെയും പ്രതിഷേധവും സ്കൂളിലെത്തി. ഇംഗ്ലീഷ് മീഡിയമാണ് 9ാം ക്ലാസ്സിലെ സി ഡിവിഷൻ. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയം നിർത്തലാക്കി എന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും രക്ഷിതാക്കളുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് പോലീസ് വന്ന് കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും തക്കതായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്നും രക്ഷിതാക്കൾക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്ക് അവകാശമായ വിദ്യാഭ്യാസം കൃത്യമായി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും കൃത്യമായി തന്നെ വിദ്യാഭ്യാസം നൽകാൻ സർക്കാരിന് കഴിയണം. ഇംഗ്ലീഷ് മീഡിയമായാലും മലയാളം മീഡിയമായാലും കൃത്യമായി വിദ്യാർത്ഥികളുടെ എണ്ണം പരിശോധിച്ച് അവർക്ക് ആവശ്യമായ അധ്യാപകരെയും ക്ലാസ് മുറികളും നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പ്രവേശനോത്സവം ആരംഭിക്കുന്ന ഈ ദിവസം തന്നെ വിവിധ വിഷയത്തിൽ പല തീരുമാനങ്ങളും നടപ്പിലാക്കിയ സർക്കാർ എന്തുകൊണ്ട് എല്ലാ ജില്ലകളിലെയും സർക്കാർ സ്കൂളുകളിൽ ആവശ്യമായ അധ്യാപകരും ക്ലാസ് മുറികളും ഉണ്ടെന്ന് ഉറപ്പുവരുത്താത്തത് എന്നുള്ളതും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അധ്യാപകരെ കൃത്യമായി സ്കൂളിൽ നിയമിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അധ്യാപകർ ഇല്ല എന്നുള്ളതിന്റെ പേരിൽ വിദ്യാലയത്തിൽ ഡിവിഷൻ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നതും ഏറ്റവും വേദനാജനകമായ കാര്യമാണ്. തുടർ വിദ്യാഭ്യാസം ലഭിക്കാതെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും എന്നറിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ശിക്ഷണവും വിദ്യാഭ്യാസവും ലഭ്യമാകുന്നതിനു വേണ്ടി അനുഭവസമ്പത്തുള്ള അധ്യാപകരെ നിയമിക്കേണ്ടത് സർക്കാരാണ്. അടിമാലി ഹൈസ്കൂളിൽ ഇപ്പോൾ പ്രതിഷേധം അലയടിക്കുമ്പോൾ പോലീസുകാർ വന്ന് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. പ്രഥമാധ്യാപക നടപടി ഒഴിവാക്കുകയും ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. എന്നാൽ പോലും അധ്യാപകർ ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലാണോ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനീതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഗൗരവത്തിൽ കാണേണ്ടതാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയും വേണം. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉടനടി ഇതിനെതിരെ ഒരു പരിഹാരം കണ്ടെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ
¡Para!